ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട്ട് മലാപ്പറമ്പിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 92 വയസ്സായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പൊതുദർശനമടക്കമുള്ള മറ്റ് ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് വൈകിട്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പൊതുദർശനം ഒഴിവാക്കിയെങ്കിൽ കൂടിയും വീട്ടിലേക്ക് ആളുകൾ അവിടെ വരുന്നുണ്ടോ? തീർച്ചയായും കേരളത്തിലെ ഏറ്റവും ആധികാരിക ചരിത്ര ഗവേഷകൻ എന്ന രീതിയിലും അധ്യാപകൻ എന്ന രീതിയിലും ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. ചരിത്രകാരൻ. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘനാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 92 വയസ്സായിരുന്നു അദ്ദേഹം. ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിൽ ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പൊതുദർശന ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത്, ഏറെ നാളായി അദ്ദേഹം രോഗബാധിതനായി വിശ്രമിക്കുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിരവധി തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. പിന്നീട് വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ 9:40 അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടാവുന്നത്. ഡോക്ടർമാർ എത്തി സ്ഥിരീകരിച്ചു. പിന്നീട് ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും അദ്ദേഹം ഈ മരിക്കുന്നതിന് ഏറെ നാൾ മുമ്പ് തന്നെ കൃത്യമായി എങ്ങനെയായിരിക്കണം തന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടതെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് അധിക നേരം മരിച്ച ശേഷം മൃതദേഹം വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊരു നിർദ്ദേശം അദ്ദേഹം നൽകി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം പൊതുദർശനം, ഈ ടൗൺ ഹാൾ പോലുള്ള ഇടങ്ങളിൽ എത്തിയുള്ള പൊതുദർശനം ഉണ്ടാവില്ല, അത് ആവശ്യമില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുദർശനം ഉണ്ടാവില്ല. വീട്ടിലെത്തി ആളുകൾക്ക് അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. എന്തായാലും നിരവധി ആളുകൾ, വിശിഷ്ട വ്യക്തികളടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി സ്ഥലത്തെത്തിയ മുൻ KPC പ്രസിഡന്റും മന്ത്രിയുമായ VM സുധീരൻ, അദ്ദേഹം DCC പ്രസിഡന്റും ആദ്യം തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹവും അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ മരണവിവരം അറിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വീട്ടിലെത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ കാര്യമാത്ര പ്രസക്തമായി മാത്രം ഈ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകിയിരുന്നു. എന്തായാലും അതൊക്കെ അക്ഷരം പ്രതി പാലിച്ചാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അനീഷിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ